അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ പഠിപ്പിക്കുന്നു നോക്കി. കാല് കോച്ചിയ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബി പഠിപ്പിച്ചു കൊടുക്കുന്നു, നിങ്ങൾക്കിതിന് ചികിത്സ, വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചികിത്സ പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണോ അവരെ വിളിച്ചു പറയുക. മനുഷ്യരിൽ ഏറ്റവും നിങ്ങൾക്ക് പിരിച്ചപ്പെട്ടവരാരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കും അങ്ങനെ തന്നെയല്ലേ? അവരെ വിളിച്ചു പറയുക എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു ഉമർ എന്നവർ പറഞ്ഞത് യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേന്ന. ഇതന്നെയാ നമ്മളും പറയാറുള്ളൂ. ബദരീങ്ങളെ എന്ന് പറയും, നമ്മൾ ഇഷ്ടപ്പെട്ടവരാണ്. മുഹമ്മദ് നബിയേ എന്ന് പറയും, തങ്ങളെ എന്ന് പറയും. അങ്ങനെയുള്ള മഹാത്മാക്കൾ, നബിമാരാവട്ടെ സിദ്ദീഖുകളാവട്ടെ, നമ്മുടെ നാട്ടിൽ പരിചയപ്പെട്ട് പ്രചാരപ്പെട്ട മഹാത്മാക്കൾ ആരാണോ അവരെ നമ്മൾ വിളിക്കും. ഒന്നുമില്ലെങ്കിൽ സമൂഹം മൊത്തം ഇത്തരം പ്രതിസന്ധി വേളകളിൽ കാല് കോച്ചുക പോലത്തെ ചെറിയ പ്രതിസന്ധി വേളകളിൽ എന്താ ചെയ്യുക? വേദനിക്കുമ്പോൾ എൻ്റെ ഉമ്മേന്ന് വിളിക്കും. എൻ്റെ ഉമ്മാന്ന് വിളിക്കാത്തവരാരുണ്ടോ? ഇവിടെ തന്നെ പറയാം ഉമ്മാന്ന്, ഉമ്മ തന്നെ പറയാം. വേദനിക്കുന്ന സമയത്ത് ആരും പറയാം എൻ്റെ ഉമ്മാന്നാണ്. എൻ്റെ ഉമ്മാന്ന് പറഞ്ഞ് കരയുന്നത് ഉമ്മ മരിച്ചാലും പറയും. ഈ ഉമ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുടുംബത്തിലും മനുഷ്യരിലും ഏറ്റവും പിരിച്ചപ്പെട്ടവരും ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ഒരാൾക്ക് മാതാവാണ് എന്ന പൊതുസങ്കല്പം. ഈ പൊതുസങ്കല്പം വെച്ചുകൊണ്ടാണ് എൻ്റെ ഉമ്മ എന്ന് കേഴുന്ന സംസ്കാരം മാനവിക സംസ്കാരമായി മാറിയത്, സമൂഹത്തിന്റെ മൊത്തം സംസ്കാരമായി മാറിയത്. ഈ സംസ്കാരത്തിൽ നിന്ന് വിശ്വാസികളായ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ അവരെക്കാൾ ഇഷ്ടമുണ്ടാകേണ്ടത് നബിയോടാണ്. അതുകൊണ്ട് ഏറ്റവും പിരിച്ചപ്പെട്ടവരെ വിളിക്കേണ്ട പ്രതിസന്ധി വേളയിൽ അള്ളാന്റെ റസൂലിനെ വിളിക്കണം എന്ന നല്ല സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരിലൂടെ പഠിപ്പിക്കപ്പെടുകയാണ്. കാല് കോച്ചുന്ന നേരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ വിളിക്കൂ. ഇബ്നു ഉമർ വിളിക്കുന്നു യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ. ഇതങ്ങനെ തന്നെ വേണം നമ്മൾ പറയാനെന്ന് മുസ്ലിമീങ്ങളുടെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രചിച്ചിട്ടുള്ള തന്റെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ